ഹൃദയത്തിലെ ആഗ്രഹം നിവർത്തിക്കുന്ന ദൈവം. ഗോഡ് ഹൂ ഫുൾഫിൽസ് ദ ഹാർട്ട്സ് ഡിസയർ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ചില ആഗ്രഹങ്ങൾ കാണുമല്ലോ. അത് ജന്മനാ തൊട്ട് നമ്മൾ ചിലതിങ്ങനെ സ്വപ്നം കണ്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. അത് പൂർത്തീകരിക്കാൻ വേറൊരാൾക്കൊക്കത്തില്ല. കാരണം ബിക്കോസ് നമ്മുടെ മനസ്സല്ല അവരുടെ, നമ്മൾ മനസ്സിലാക്കുന്നവരല്ല അവർ, നമ്മുടെ ചിന്തയല്ല അവരുടെ. സോ നോബഡി ക്യാൻ ഫുൾഫിൽ ദാറ്റ്. ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ഡു ദാറ്റ്സ് ഗോഡ് ഹിംസെൽഫ്, ദൈവമാണ്. അതിനെടുക്കുന്ന വാക്യം സങ്കീർത്തനം 21-ാം അധ്യായമാണ്. 20-ാം അധ്യായത്തിലെ 2-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. അതാണ് ഇത്. സങ്കീർത്തനം 21 പറയുന്നത് ദാവീദ് യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. എന്നാൽ 20 ആകുമ്പോഴത്തേക്ക് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയതായിട്ടാണ് 21 എഴുതിയത്. അപ്പോൾ 21 തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവേ, രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിൻ്റെ രക്ഷയിൽ അവനെ ഏറ്റവും ഉല്ലസിക്കുന്നു. അപ്പം യുദ്ധം കഴിഞ്ഞിട്ട് എഴുതിയ ഒരു കൃതജ്ഞതയായിട്ട്, അല്ലെ കൃതജ്ഞതാ ഗീതമായിട്ടാണ് ഈ സങ്കീർത്തനം 21 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്താണ് നമ്മൾ കർത്താവിനോട് എന്തോ ചോദിക്കുന്നത്? ഒരു രാജാവ് യുദ്ധത്തിന് പോകുന്നുണ്ടെങ്കിൽ ആകെക്കൂടെ ആദ്യം ആഗ്രഹിക്കുന്നത് മരിക്കാതെ തിരിച്ചു വരണം. കാരണം ശത്രുവിൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവർ കൊല്ലുന്നത് രാജാവിനെ. രാജാവ് കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആധിപത്യം തീർന്നില്ലേ അവിടുത്തെ. അപ്പം ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആദ്യമേ ശത്രു നോക്കുന്നത് രാജാവിൻ്റെ തലയാണ്. അപ്പോൾ ആഗ്രഹിച്ചെന്താണ്? ദാവീദ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ സങ്കടത്തോടെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. എന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം രാജാവിന് എന്നെ രക്ഷിക്കണമേ, എന്നെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരണമേ. അതുകൊണ്ടാണ് പറയുന്നത് രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. ദാവീദ് രാജാവാണ്, അപ്പോൾ ജയിച്ച രാജാവാണ്. ഞാൻ നിൻ്റെ ബലത്തിലാണ് സന്തോഷം, എൻ്റെ കഴിവിലല്ല, നിൻ്റെ രക്ഷയിൽ ഞാൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അപ്പോൾ ദൈവവും ദാവീദുമായിട്ടുള്ള ബന്ധം കണ്ടു. ദാവീദ് രാജാവാണെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ രാജാവാണെങ്കിലും എൻ്റെ ബലം നീയാണ്. അതാണ് നമ്മൾ ഏത് പൊസിഷനിലാണെങ്കിലും എൻ്റെ ബലം നീയാണ് എന്ന് പറയാനുള്ള വിനയമുണ്ടാകണം. എൻ്റെ ബലം അവനിൽ നിന്നാണ്. ആ ബലത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അവിടുന്ന് ഞാൻ മാറത്തില്ല. എന്തൊക്കെ അനങ്ങിയാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയാനുള്ള ഉൾബലം വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അല്ലാതെ നിൽക്കാനൊക്കത്തില്ല. അത് ദൈവം ദിനംപ്രതി ഇട്ട് തരണം താനും. ഇന്നലെ നമ്മൾ വലിയ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ഏലിയാ പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയിട്ട് 430ഓളം ബാൽവിഗ്രഹക്കാരെ വിഗ്രഹ ആരാധികളെ അവരുടെ പ്രവാചകന്മാരെ വെട്ടിക്കൊന്നിട്ട് വിറ്റ് അന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് ഇസബേൽ പറഞ്ഞേക്കുക നാളെ ഈ സമയത്ത് നിൻ്റെ തല എടുത്ത് മാറ്റും. അവളുടെ ദേവനെ കൊണ്ട് ആന ഇട്ടപ്പോൾ അവൻ ഏലിയ പേടിക്കുന്നു. പ്രവാചകൻ പേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ധൈര്യം. ഏലിയ പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഭയമുണ്ടാകുന്ന ഒരു പ്രവാചകനാണ്. മനുഷ്യൻ എന്ന സ്ഥിതിയിലെത്തിയാലും ആശ്രയിക്കേണ്ടിയവൻ യേശു മാത്രമാണ്, ദൈവമാണ്. യഹോവേ, രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, എൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. രാജാവ് പറയുന്നത് എൻ്റെ ദൈവമേ എനിക്ക് ആയുസ്സിനെ തരണമേ. അതാണ് അടുത്ത വാക്യം പറയുന്നത്. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ഈ 4 ഞാൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു. 4-ാം വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവനത് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. അപ്പോൾ കർത്താവ് ദാവീദ് യുദ്ധം ജയിച്ചു വന്നപ്പോൾ ആദ്യമേ അവൻ ജീവനെ കൊടുക്കുക തന്നെയല്ല, ദീർഘായുസിനെ കൊടുത്തുന്നു. തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. പല രാജാക്കന്മാരെ തോൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് കിരീടത്തിന് ശക്തി കൂടത്തില്ലേ? അവരുടെ കിരീടമെല്ലാം നമ്മുടെ കിരീടമായി മാറുകയല്ലേ? ശത്രു നമുക്ക് ഉപയോഗിച്ച എല്ലാ ആയുധങ്ങളും നമ്മൾ വെട്ടി മാറ്റി നിരപ്പാക്കിയിട്ട് അവൻ വലിയ ഗമയെ കൊണ്ട് നടന്ന സാധനമെല്ലാം നമുക്കിന്ന് അലങ്കാരമാക്കി മാറ്റാൻ തക്കവണ്ണം ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ജീവനുള്ള ദൈവം അതാണ് ചെയ്യുന്നത്. ശത്രുക്കളുടെ മുൻപേ മേശയൊരുക്കുന്ന ഒരു ദൈവം. ശത്രു നശിച്ചു പോകണമെന്നല്ല ദാവീദും പ്രാർത്ഥിച്ചത്. സങ്കീർത്തനം 23 ദാവീദ് ദൈവത്തെ ദൈവമായിട്ടും ഇടയനായിട്ടും കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് ശത്രുക്കൾ മുമ്പേ എനിക്ക് മേശയൊരു. ശത്രുക്കൾ നശിച്ചു പോകണമെന്ന് പറയുന്നില്ല. അവരുടെ നടുക്ക് വെച്ച്
നമ്മൾ ദൈവം മേശ ഒരുക്കി തരുന്ന ഈ ദൈവം ആരാണ്? ഈ ദൈവം ആരാണ്? കർത്താവിൻ്റെ ആ മഹാശക്തി നമ്മുടെ പിന്നെ ദാവീദ് പറയുന്നു, ദീർഘായുസിനെ തന്നു, നിന്റെ രക്ഷയിൽ അവൻ്റെ മഹത്വം വലുത്. ദൈവത്തിൻ്റെ രക്ഷയാണ് നമ്മുടെ മഹത്വം. കർത്താവ് അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ സൂക്ഷിക്കുന്നത്. മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു, നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിൻ്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. അപ്പം നമ്മൾക്ക് രാജാവിനെ ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കാനും ലഭിച്ച നന്മകൾക്ക് നന്ദി പറയാനും തുടങ്ങുമ്പോഴത്തേക്ക് ദൈവം പിന്നെ അങ്ങ് സന്തോഷിക്കുക നമ്മൾ. അതുകൊണ്ടാണ് ഈ 103-ാം സങ്കീർത്തനത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. എത്രയോ മനോഹരമായിട്ട് 103-ൽ ദാവീദ് പറയുന്നു, എൻ്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാംഗ രംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവത്തോടങ്ങ് നന്ദി പറയാണ്. പിന്നെ മനസ്സിനെ ഉണർത്തി അങ്ങ് സന്തോഷിപ്പിക്കുകയാണ് ദൈവത്തെ. എൻ മനമേ നീ ദൈവത്തെ നന്ദിയുള്ള ഹൃദയം. വി ഹാവ് ടു കൾട്ടിവേറ്റ് ഇറ്റ്. നന്ദിയുള്ളവരെ ദുഷ്ടന് തൊടാൻ സാധിക്കത്തില്ല. നമ്മൾ ദൈവത്തോട് പറയാണ്, ദൈവം നമ്മളെ എതിരേക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം ദൈവം ചെയ്യുന്ന നന്മകൾ അല്ലെ ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തിൽ സന്തോഷിക്കാതെ. ബാക്കി മുഴുവൻ ദൈവത്തിനെ അങ്ങ് സ്തുതിക്കുകയാണ്. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങത്തില്ല. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും, നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂള പോലെയാക്കും. അപ്പം ശത്രുവിനെ നശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പറയുന്നില്ല അവരെ കൊല്ലാൻ, പക്ഷെ ദൈവം ശത്രുവിനെ നശിപ്പിക്കുന്നുണ്ട്. യഹോവയുടെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും, തീയവരെ ദഹിപ്പിക്കും. പലപ്പോഴും ഓർക്കണം, ദൈവം ഒരു തീ അഗ്നിജ്വാലയായിട്ട് ഇറങ്ങി വരും. ജീസസ് ഇഗ്നേഷ്യസ് എന്നാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഒരു പേര്. അവൻ ഫയറാണ്, അവൻ ശക്തനായ തീയായിട്ട് ഇറങ്ങി വരും. പകൽ മേഘസ്തംഭൻ, രാത്രി അഗ്നിത്തൂണ്. എന്താണ് ഈ അഗ്നിത്തൂണ്? അഗ്നിത്തൂണ് പ്രകാശം തരിക എന്ന് മാത്രം നമ്മൾ ചെയ്യുന്നത്. അഗ്നിത്തൂണിൻ്റെ അടുക്കലൊന്ന് ചെല്ലാമോ? നമ്മൾ ചിന്തിച്ച് നോക്കിയോ? ഈ ഫറവോനും കൂട്ടരും ഇസ്രായേൽ ജനത ചെങ്കടലിലോട്ട് കയറുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം. അപ്പോഴത്തേക്ക് ഫറവോനും കൂട്ടരും ഒരു സമയത്ത് മേഘം പുറകെ നിൽക്കുന്നു, പ്രകാശം വിട്ടിരുന്നു. എന്നാൽ ഈ തീ മതിൽ പോലെ ഒരെണ്ണം നിൽക്കുന്നതിനാൽ ഇവർക്ക് ഇതിനിപ്പുറത്തോട്ട് കയറി വരാനൊക്കത്തില്ല. അപ്പം ദൈവം വലയം വെച്ച് നിൽക്കുകയാണ് തൻ്റെ ജനതയ്ക്ക്. അങ്ങനെയല്ല ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു വലയം വെച്ച്. ഈ വലയം നമുക്കില്ലായിരുന്നു എങ്കിൽ എപ്പോഴേ പിശാച് നമ്മുടെ പിച്ചി കീറി ഇല്ലാതാക്കത്തില്ലായിരുന്നു. ആ ദൈവം സിംഹം, യഹൂദയുടെ സിംഹം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തീ അവരെ ദഹിപ്പിക്കും, നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്ന് ശത്രുവിനെ ഉന്മൂലനാശമാക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും, അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാണിമേൽ. ദൈവം ശത്രുവിനെ ഒരു കാലത്തില്ലാതാക്കും. അത് ഉടനെ അല്ല, പക്ഷേ ഇൻ ഹിസ് ടൈം. ആ പ്രതികാരം ദൈവത്തിനുള്ളതാണ്. അപ്പോൾ നമ്മൾ ദൈവം നമുക്ക് ഈ 21-ാം സങ്കീർത്തനം, യഹോവേ നിൻ്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിൻ്റെ ബലത്തെ. ദൈവത്തിനെ സ്തുതിക്കാൻ ഇതിനകത്ത് 5 ഉപകാരങ്ങൾ ലഭിച്ചതായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. 1, ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. 2, രക്ഷയുടെ സന്തോഷം. രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് സങ്കീർത്തനം 51-ലുണ്ട്. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അതൊരു സന്തോഷമാണ്. അത് നമ്മൾ പുറമേയുള്ള സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ക്രിസ്മസിന് ഒത്തിരി സൗകര്യമുള്ള അവർക്കൊരു 10 പ്രസൻറ്റും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്നിരിക്കട്ടെ, അവർക്ക് ഇഷ്ടംപോലെ പ്രസൻറ്റ്. ദേ മേ നോട്ട് ഈവൻ ഓപ്പൺ ഇറ്റ്. എന്നാൽ ഒന്നുമില്ലാത്തവന് ഒരെണ്ണം കൊണ്ട് കൊടുത്തവനത് പൊന്നുപോലെ. അപ്പം ഈ പണത്തിൻ്റെ സമൃദ്ധിയൊന്നും അല്ല മനുഷ്യൻ്റെ സന്തോഷം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ആ സമൃദ്ധി നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതിനു പകരം അല്പം കഷ്ടമുള്ളത് നല്ലതാണ്. കാരണം അന്നേരം നമ്മൾ മറ്റുള്ളവരുടെ ഭാരം അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൽ സന്തോഷിക്കുന്ന ദാവീദ്, എൻ്റെ ബലത്തിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. ദാവീദ് പാപം ചെയ്തപ്പം ദാവീദിൻ്റെ സന്തോഷം പോയി. ദാവീദ് പറഞ്ഞു, അയ്യോ നിനക്ക് രക്ഷയുടെ ബലം സന്തോഷം തിരിച്ചു തരണം. 2, രക്ഷയിൽ ഉല്ലസിക്കുന്നു. ഷണ്ണന് രക്ഷ കിട്ടിയപ്പോഴത്തേക്ക് സന്തോഷത്തോട് തിരിച്ചു പോയെന്ന് വേദപുസ്തകത്തിൽ എഴുതുന്നു. 3, ഹൃദയത്തിലെ ആഗ്രഹം നമുക്ക് ചെയ്യുന്നു.
നന്മയുടെ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ എതിരേൽക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ട്, ആരോടും പറയാതെ നമ്മൾ ഉൾക്കൊണ്ട്, നന്മയാണ്, ചിത്തയായിട്ടുള്ളതല്ല, നന്മ കർത്താവിൻ്റെ ആത്മാവ് മാത്രം അറിയുന്ന ചില ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് അപ്പച്ചൻ സാധിപ്പിച്ച് തരും. ഞാനത് കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് എൻ്റെ ബ്രദറിനെ, അമ്മയുടെ മോനെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോടെ കല്യാണമായതുകൊണ്ട് അത് അമേരിക്ക വെച്ച് നടത്തിയിട്ട് ഞാൻ അമ്മയെ കൂടെ കൊണ്ടുപോയി. അമ്മ എൻ്റെ ബ്രദറിൻ്റെ കൂടെ താമസിച്ചത്. അവിടെ വെച്ച് അമ്മ മരിക്കുകയും ചെയ്തു. അമ്മയുടെ ഉള്ളിലെ ആഗ്രഹമായിരുന്നു ഇളയ ബ്രദറിനെ കാണണം. അവൻ ഇങ്ങോട്ട് വരത്തില്ല, എൻ്റെ ഇളയ ബ്രദറായതുകൊണ്ട് എപ്പോഴും വരാനൊക്കത്തില്ല. ഹി ഡിൻ കം അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അമ്മ എൻ്റെ ബ്രദറിൻ്റെ കൂടെ താമസിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് മരിക്കുക ചെയ്ത്. അമ്മയുടെ ഉള്ളിലെ ആഗ്രഹം ആ മകൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളത്. അത് ഈ ഓരോ ചെറിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതാണ്. എത്ര നല്ലവനായ ദൈവമാണെന്ന് പറ്റും. പിന്നെ നമുക്ക് കിരീടം, രാജകീയ പദവി അവൻ തരുന്നു. അതുകൊണ്ട് നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല. ഭക്തന്മാരൊരിക്കലും കുലുങ്ങിപ്പോകരുത്. പിന്നെ ശത്രുക്കളുടെ മുമ്പേ അവൻ മേശയൊരുക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ഇതൊക്കെ 21-ാം സങ്കീർത്തനകത്ത് എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നവർക്കുള്ളതാണ്. ആ അനുഗ്രഹം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കും. ദൈവമേ, രാജാവ് നിന്നിലാണ് സന്തോഷിക്കുന്നത്. ഞാൻ നിൻ്റെ ഹൃദയം പകർന്നു കൊടുക്കുന്നത് ദൈവത്തോടാണ്. ദാവീദ് അത് ചെയ്തു. ഒന്ന് ചോദിച്ചുള്ളൂ ദാവീദ്, ആയുസിനെ കൊടുക്കണമേ. അതോ കൊടുത്തത് യുദ്ധത്തിൽ ജയം തന്നെയല്ല, ദീർഘായുസിന്. തങ്ക കിരീടം അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. സകലവിധമായ സന്തോഷങ്ങൾ ഇട്ടുകൊടുത്തു. അങ്ങനെ നീ ദാവീദിന് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിച്ചു കൊടുത്തു. അതുപോലെ ഞങ്ങളുടെ ആവശ്യ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തക്ക സമയത്ത് എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 21. നന്മകളാൽ എതിരേൽക്കുന്ന ഒരു ദൈവം, മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കൊരു പുരോഹിതൻ. ദൈവമേ, നീ സമാധാനം കൊണ്ടുതരുന്ന ദൈവം. സമാധാനമുള്ളിടത്തെ സ്നേഹമുള്ളൂ. സ്നേഹം, സമാധാനം, കർത്താവേ, ദീർഘക്ഷമ, ഇതൊക്കെ വരുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചെടുക്കണമേ. തലമുറകളെ ഈ ഒരു കുടുംബ ജീവിതത്തിൽ ഈ ഒരു എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കണമേ. തിന്മയായത് കയറാതിരിക്കാൻ വേലി ഉറപ്പിച്ച് കെട്ടണമേ. എവിടെയെങ്കിലും വേലി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ രക്തം കൊണ്ട് കീലിടണമേ. കർത്താവ് അത് ചെയ്യുന്നു. മുൾമുടി അഴിച്ചിട്ട് ഒരു വലിയൊരു മതിൽ പോലെ കെട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറത്തെ അതിൻ്റെ തീയുടെ മതിൽ, അകത്തെ ദൈവത്തിൻ്റെ ഗ്ലോറി, മഹത്വം, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിനകത്ത് നിറയട്ടെ അപ്പച്ച. ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങൾ പോകുന്നിടത്ത് ഭവനങ്ങളിലൊക്കെ സമാധാനം. ദുഷ്ടശക്തിയുമായിട്ട് വെട്ടുമ്പോൾ യാതൊരു കോംപ്രമൈസുമില്ല. അവനെ അഴിച്ചു മാറ്റി ഞങ്ങൾക്ക് തലമുറകൾക്ക് വിട്ടുതല് തരണം. അതപ്പച്ചൻ ചെയ്തെടുക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി. രാജാവിൻ്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് സഫലമാക്കി കൊടുത്ത ദൈവത്തിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെയും രാജകീയ പുരോഹിത വർഗത്തിലാക്കി വെച്ചു എന്ന് 1 പത്രോസ് 2:9 പറയുന്നുണ്ട്. ആ പദവിക്ക് ഉചിതമായിട്ട് ജീവിപ്പാനും അത് മനസ്സിലാക്കി നിന്നോക്ക് നന്ദി പറയാനുള്ള ഹൃദയം ഇട്ട് തരണം. നന്ദി തന്നെയല്ല, സ്തുതിക്കുന്ന ഒരാത്മാവിനെ കൂടി ഇട്ട് തരണമേ. ഞങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇട്ട് തരണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.